ഹലോ, പറഞ്ഞോ സുവിനെ. ഞാനവിടെ വന്നോണ്ടിരിക്കുക. എടാ, നമ്മളാ സ്ഥിരീകരിക്കാറുള്ള വട്ടേക്കുന്നില്ലേ, അവിടം വരെ എത്താറായി. നീ പെട്ടെന്ന് കവലയിലേക്ക് വാ. പെട്ടെന്ന് വരാനോ? എന്താടാ കാര്യം? അതൊക്കെ വന്നിട്ട് പറയാം. നീ കാര്യം പറ. ഹലോ ഹലോ, ഒരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഫോൺ കട്ടാക്കി. വല്ല ചെറുതും മേടിക്കാനായിരിക്കും. അപ്പൊ എന്റെ 500 പോയി. നിർത്തടാ, ഞാനും വരാടാ. എന്ത് പോക്കാടാ ഈ പോണേ? നീ എന്താണ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കണേ? നമ്മൾ ഇവിടെ അല്ലടാ സ്ഥിരം ഇരിക്കാറ്. നിനക്ക് ജോലി കിട്ടി നീ അങ്ങോട്ട് പോയില്ലേ? സുബിനാണെ ഭയങ്കര തിരക്കും. രാവിലെ മുതൽ നിന്നെയൊക്കെ ഞാൻ വിളിക്കണത്, ആരെയും കിട്ടിയില്ല. നിനക്ക് അറിയില്ലടാ അവിടെ റേഞ്ച് ഇല്ല എന്നുള്ള കാര്യം. ഇന്ന് ആകെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നടാ. അതാ ഞാൻ നിങ്ങളെയൊക്കെ മാറി മാറി വിളിച്ചേ. നിന്റെ ആ പഴയ അവസ്ഥ ഇതുവരെ മാറിയില്ലടാ. സുബിൻ കുറെ നേരം വിളി തുടങ്ങിയിട്ട് എന്തോ അത്യാവശ്യ കാര്യമുണ്ട്. നീ കേറി. എന്ത് അത്യാവശ്യമാടാ? ആവശ്യങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കിന്ന് നിന്നോട് കുറെ സംസാരിക്കണം. എടാ, ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്. എന്താടാ നീ പറ. എടാ, എനിക്ക് പറയാൻ നിങ്ങളൊക്കെ അല്ലടാ ഉള്ളൂ. അതൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് എവിടെയാടാ സമയം? തിരക്കായതുകൊണ്ടല്ലടാ. തിരക്ക് ജീവിക്കാൻ വേണ്ടി അല്ലടാ നമ്മളൊക്കെ പണിയെടുക്കുന്നു. ഇത് പണിയെടുക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നതല്ല. നമ്മുടെ ചിന്നുമോള് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആശുപത്രിയിലായിരുന്നടാ, ഐസിയുല്. നീ കരയല്ല അജിത്തെ, കാര്യം പറ. അവള് നമ്മളെ വിട്ട് പോകുവാന്നാണ് ഡോക്ടർ പറഞ്ഞത്. 5 വയസ്സല്ലടാ അവൾക്കായും. ലോകം കണ്ട് തുടങ്ങിയിട്ടല്ലടാ ഉള്ളൂ എന്റെ പൊന്നുമോള്. അപ്പൊ നീ എന്താണ് ഞങ്ങളോട് ഇതൊന്നും നേരത്തെ പറയാതിരുന്നത്? എന്തു പറയാനാടാ? കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ വന്ന 2 ലക്ഷം രൂപ ബില്ലടയ്ക്കാൻ ഞാൻ ഓടിയ ഒരു ഓട്ടം ഉണ്ടല്ലോ, ഒരുപാട് പേരോട് ചോദിച്ചു. എന്റെ ഭാര്യയോട് പോലും ആ വളയൊന്ന് പണയം വെക്കാൻ തരുമോന്ന്. അപ്പൊ അവള് ചോദിക്കുക, ഇത്രയും നാൾ പണിയെടുത്ത പൈസയൊക്കെ എവിടെയാ? കൂട്ടുകൂടി നടക്കുമ്പോ ഓർക്കണമെന്ന്. എനിക്ക് കിട്ടുന്ന 1000 രൂപ കൊണ്ട് ഞാൻ എന്തൊക്കെയാണാ ചെയ്യണ്ടേ? കുടുംബത്തിന്റെ ചിലവും ചിന്നുമോളുടെ അമ്മയുടെ ആശുപത്രി ചിലവും എന്തൊക്കെയാണാ ഞാൻ നോക്കണത്? കടം മേടിക്കാൻ ഇനി ഒരാൾ പോലും ബാക്കിയില്ല. ഇതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ. വട്ടക്കുന്നേല് നിങ്ങളോടൊപ്പം ഞാൻ വന്നിരിക്കുന്നത് മനസ്സമാധാനം കിട്ടാനല്ലടാ, അല്ലാണ്ട് കള്ളു കുടിക്കാനും പൈസ ചെലവാക്കാനും ആണോ? പെണ്ണുങ്ങളല്ലടാ, അവർക്കിത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവൂ. നീ സമാധാനിക്ക്. ചിന്നുവിന്റെ കാര്യല്ലേ, അതിന് നമുക്കൊരു വഴി ഉണ്ടാക്കാം. അത് വേണ്ടടാ, അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നീ വണ്ടി എടുക്ക്. സുബിൻ കുറെ നേരമായില്ലേ വിളിക്കുന്നു. എന്തെങ്കിലും അത്യാവശ്യം കാണും. പോവാ. എന്തോ അത്യാവശ്യ കേസാന്നാ പറഞ്ഞ്. എവിടെ വല്ല കള്ളും മേടിക്കാനായി. എന്തെങ്കിലും ഇല്ലാണ്ടാവും വിളിക്കത്തെ. എടാ, 10 വയസ്സ് മുതൽ തുടങ്ങിയതല്ലേടാ ഞാൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ. എന്നിട്ട് എന്താ നേടിയത്? കുറെ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടലും മാത്രം. സത്യത്തിൽ ഞാൻ ജീവിതം അങ്ങ് മടുത്തടാ. എവിടെ സുബിനോടെ ഒന്നും കാണണില്ലല്ലോ. നീ സിഗരറ്റ് കുടിക്കണ്ടോ? വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നാ നീ അവിടെ ഇരുന്നോ, സുബിനിപ്പോ വരുമായിരിക്കും. ചേട്ടാ, ഒരു സിഗരറ്റ്.
പോയിരിക്കുവോ? നീ എന്താടാ ഇത്ര വൈകിയേ? വിളിച്ചാ ഫോണെങ്കിലും ഒന്ന് എടുക്കാൻ പാടില്ലേ? അല്ലടാ, നമ്മുടെ അജിത്തിനെ. അപ്പൊ നീ അറിഞ്ഞായിരുന്നോ അജിത്തിന്റെ കാര്യം? എന്ത് കാര്യടാ? എടാ, നമ്മുടെ അജിത്ത് വട്ടേക്കൊന്നും എടുത്തൊരു ബൈക്ക് ആക്സിഡന്റ് ആയടാ. ഒന്ന് പോടാ. നീ എന്ത് സാധനം അടിച്ചേ? അവൻ ഇത്ര നേരം അജിത്ത് നമ്മളെ വിട്ടു പോയടാ. അവൻ അറിഞ്ഞോണ്ടാണ് കുടുംബം രക്ഷിക്കാൻ. ഇതാവുമ്പോ ഇൻഷുറൻസ് കാശെങ്കിലും കിട്ടുമല്ലോ. അവന്റെ ഭാര്യ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നതാ. അവളോടൊന്നും പറഞ്ഞില്ല പോലും. അവനൊന്നും പറയില്ലടാ. അവന്റെ ഒരു കഷ്ടപ്പാടൊന്നും അവൻ ആരോടും പറയില്ല. അവൻ ആരോടും പറഞ്ഞു കാണില്ല, അവളോടും പറഞ്ഞു കാണില്ല. അല്ല, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാണിക്കാനാ? അല്ലടാ, ജീവിച്ചിരിക്കുമ്പോഴല്ലേടാ സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ നമുക്ക് ആവശ്യം. മരിച്ചു കിടക്കുമ്പോ കാണിക്കുന്ന ഈ അഭിനയങ്ങൾ കൊണ്ട് നമുക്കെന്താ പ്രയോജനം? എടാ, ഇതൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉള്ളതാ, ആരും പുറത്തു പറയുന്നില്ല. ഈ കുടുംബം നോക്കുന്ന നമുക്കൊക്കെ പെണ്ണുങ്ങളുടെ കയ്യെ കിടക്കുന്ന വളയുടെ വില പോലും ഇല്ല. അല്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വള വിറ്റ പൈസയെങ്കിലും കിട്ടും. നമ്മളെ വിറ്റ എന്ത് മൈര് കിട്ടാനാ? അതും പണിയെടുക്കാൻ കൂടി പറ്റാതായാൽ നമ്മളൊക്കെ വെറും മുക്കുവണ്ടമാടാ. കാലം കഴിയും തോറും തിളക്കം മങ്ങുന്ന വെറും മുക്കുവണ്ടം.